ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളതും എന്നാൽ 2026 2027 തുടക്കത്തോടു കൂടി പരീക്ഷകൾ അവസാനിച്ച് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഡിഗ്രി യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും നിയമന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 പ്രധാനപ്പെട്ട പോസ്റ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലോട്ട് സംസാരിക്കുന്നത്. അതിലൊന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. നമ്മൾ കേരളത്തിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തേത് 2 കാറ്റഗറി ആയിട്ട് തിരിഞ്ഞിട്ടുള്ള കമ്പനി കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ചാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് KSFE, KSEB, KMML, അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെൽട്രോൺ തുടങ്ങിയിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കമ്പനി ബോർഡുകളിലേക്ക് നടത്തുന്ന അസിസ്റ്റന്റ് നിയമനം. അതാണ് കാറ്റഗറി 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കാറ്റഗറി 2 എന്ന് പറയുന്നത് KSRTC, KSFDC, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയിലായിട്ടുള്ള അസിസ്റ്റന്റ് നിയമനം, വെൽഫെയർ ബോർഡുകളാണ് ഇവിടെ കാറ്റഗറി 2-നകത്ത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി 3 ഡിഗ്രി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള യോഗ്യതകളിലേക്കുള്ള പരീക്ഷകളും ഇനി ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം തുടക്കത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ സംബന്ധിച്ച് ഒന്ന് നോക്കാം. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും ആ ഒരു പരീക്ഷയ്ക്ക് ഒരു കാറ്റഗറി നമ്പർ കാണും. ആ കാറ്റഗറി നമ്പർ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പിന്നെയുള്ള നോട്ടിഫിക്കേഷനും റാങ്ക് ലിസ്റ്റും നിയമനങ്ങളും എല്ലാം നടക്കുക. അങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 527/2024 അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിനകത്ത്, അതായത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള മെയിൻസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള മെയിൻ ലിസ്റ്റിനകത്ത്, സപ്ലിമെന്ററി ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, മെയിൻ ലിസ്റ്റിനകത്ത് 770 ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 മാർക്കാണ്. അപ്പോൾ 57 മാർക്കിൽ 770 ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ മെയിൻ ലിസ്റ്റിനകത്തുനിന്നാണ് നിലവിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, നമ്മുടെ മെയിൻ ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024. അപ്പൊ 11/3/2024 നിലവിൽ വന്ന മെയിൻ ലിസ്റ്റ് ഏകദേശം 3 വർഷത്തോളമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ആണെങ്കിലും കമ്പനി ബോർഡിന്റെ ആണെങ്കിലും മെയിൻ ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ കാലാവധി എന്നവരെയുണ്ട് 11/3/2027 വരെ ഉണ്ട്. അപ്പം മാർച്ച് മാസം 11-ാം തീയതി വരെ 2027 വരെ ഈ ഒരു ലിസ്റ്റിന്റെ നിയമനങ്ങൾ മുന്നോട്ട് പോകും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ഇറങ്ങണം. അതാണ് PSCയുടെ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത്. അങ്ങനെ മാർച്ച് മാസം 12-ാം തീയതി നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പൊ മാർച്ച് മാസം 12-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ സ്കെയിൽ ഓഫ് പേ എങ്ങനെയാ വരുന്നത്? 39,300 to 83,000 വരെയുള്ള ബേസിക് പേ ആണ് വരുന്നത്. ഇതിനകത്തുനിന്ന് DA, HRA പോലെയുള്ള കാര്യങ്ങൾ കൂട്ടും. അതുപോലെ തന്നെ SLA പോലെയുള്ള ഇൻഷുറൻസ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 40,000 റേഞ്ചിൽ തന്നെ ആവും നമ്മുടെ ഇൻഹാൻഡ് ക്യാഷ് എന്ന് പറയുന്നത്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തത്തുല്യമായിട്ടുള്ള ഒരു ബേസിക് പേ ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് കിട്ടുക. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഒരു മാർച്ച് മാസം 12-ാം തീയതി 2027 കൂടി നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അങ്ങനെ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലെങ്കിലും നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ ഈ വർഷം അവസാനം നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ 2025 അവസാനത്തോടു കൂടി നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കണം. അപ്പോൾ പ്രിലിംസ് പരീക്ഷ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഷോർട്ട് ലിസ്റ്റ്, മെയിൻ പരീക്ഷ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാബല്യത്തിൽ വരണം എന്ന് 12-ാം തീയതി 3-ാം മാസം 2027 പ്രാബല്യത്തിൽ വരണം. ഇനി ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആയിരിക്കും. ജില്ലാ തലത്തിലല്ല, സ്റ്റേറ്റ് വൈഡ് അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഇനി നമ്മുടെ നിലവിലത്തെ ഇന്നത്തെ നിയമന നില എന്ന് പറയുന്നത് 257 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി 770 പേരുള്ള മെയിൻ ലിസ്റ്റിനകത്തു നിന്ന് 257 പേർക്ക് വരെ ഇന്നത്തെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. അപ്പം അവസാനത്തെ ലാസ്റ്റ് റേറ്റ് ഓഫ് അഡ്വൈസ് 18/6/2025 ആണ്. അപ്പം 18/6/2025 അവസാനത്തെ അഡ്വൈസ് കിട്ടപ്പോൾ 257 ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു. ഇനി ഓപ്പൺ കാറ്റഗറി, യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറി എത്രയാണ് പോയിട്ടുള്ളത്? 170 വരെ വിളിച്ചു. ഇനി EWS 191 വരെ വിളിച്ചു. EW കാറ്റഗറി 176 വരെ വിളിച്ചു. എന്നാൽ SC/ST കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 12, 3 തുടങ്ങിയ നിയമന നിലയിലേക്ക് പോയിട്ടുണ്ട്. ഇനി മുസ്ലിം കാറ്റഗറി 211,
LC കാറ്റഗറിയോ 697 വരെ വിളിച്ചു LC കാറ്റഗറി. ഇനി OBC 175 പേര്, വിശ്വകർമ്മ 326 പേര്, ധീവര 567 പേര്, SIUC നാടാർ 283, ഹിന്ദു നാടാർ 272, SCCC 717, DA ലോവിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ HI ആണെങ്കിലും പിന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആണെങ്കിലും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് നിലവിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നിയമന നില കാറ്റഗറി അടിസ്ഥാനത്തിൽ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില കാറ്റഗറിയിൽ ഇപ്പൊ LC ഒക്കെ 697 റാങ്ക് വരെ വിളിച്ചുപോയി, OC ആണെങ്കിൽ 170, EWS ആണെങ്കിൽ 200 അടുത്തു. അപ്പൊ ഇനിയും ഇപ്പോഴും നിയമനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുവാണ്. മൊത്തത്തിലുള്ള നിയമനം എന്ന് പറയുന്നത് 257 ആണ്. ഇനിയുള്ളത് ജൂനിയർ അസിസ്റ്റന്റ് ആണ്, കാറ്റഗറി 1 ആണ്. അത് KSFE, KSEB തുടങ്ങിയ സ്ഥാപനത്തിലേക്കാണ് നിയമനങ്ങൾ നടത്തുന്നത്. ഇനി നോക്കാം കാറ്റഗറി നമ്പർ. ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 026/2022 ആണ് ഇവിടുത്തെ കാറ്റഗറി നമ്പർ. അപ്പോൾ എക്സാം നടന്നതും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും എല്ലാം ഈ കാറ്റഗറി നമ്പറിന്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഇനിയിപ്പോൾ നോക്കാം, ഈ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രിലിംസ് കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് വന്നു, മെയിൻ പരീക്ഷ കഴിഞ്ഞു, മെയിൻ ലിസ്റ്റ് വന്നു. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.33 ആണ്. അപ്പൊ 43.33 കട്ട് ഓഫിൽ 3763 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അപ്പൊ 3763 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വലിയ റാങ്ക് ലിസ്റ്റ് ആണ് KSFE, KSEB ജൂനിയർ അസിസ്റ്റന്റ് എന്നുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിന്റെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റും ഇപ്പൊ KSFE ഒക്കെ ആണെങ്കിൽ താരതമ്യേന സാലറി കൂടുതൽ കയ്യിൽ ലഭിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് ഈ KSFE, KSEB എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് ചർച്ച ചെയ്യാം. ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ KSFEയിൽ കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ അല്ല KSEBയിൽ കിട്ടുന്നത്, അതല്ല വാട്ടർ അതോറിറ്റി കിട്ടുന്നത്, ഇതൊന്നും അല്ല KMMLലും സപ്ലൈകോയിലും ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് ഇതേ ലിസ്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം സ്കെയിൽ ഓഫ് പേ വ്യത്യസ്തമാണ്. ചില ബോർഡുകളിൽ താരതമ്യേന വളരെ ചെറിയ സ്കെയിലും ഉണ്ട്, മറ്റ് ബോർഡുകളിൽ KSFE പോലെയുള്ള ബോർഡുകളിൽ വലിയ രീതിയിലുള്ള സാലറി ഉണ്ട്. ഇനി റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി നോക്കാം. 13/3/2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ട് 3 വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. അങ്ങനെ 3 വർഷം നോക്കിക്കഴിഞ്ഞാൽ 13/3/2027 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 14-ാം തീയതി 3-ാം മാസം 2027 പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അങ്ങനെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ വർഷം അവസാനമെങ്കിലും ഇതിന്റെയും നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വന്നാലാണ് അടുത്ത വർഷം നമുക്ക് പ്രിലിംസ് എക്സാമും മെയിൻസ് എക്സാമും ഇതിന്റെ എല്ലാ ഷോർട്ട് ലിസ്റ്റും അതുപോലെ തന്നെ മെയിൻ എക്സാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മെയിൻ റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം 2027 തുടക്കത്തിലെങ്കിലും വരാൻ കഴിയൂ. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇതും ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്, ഡിഗ്രി തലത്തിലുള്ള യോഗ്യതയാണ്. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് പേ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു വേരിയസ് കമ്പനി ബോർഡിൽ വേരിയസ് പേ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. KSFEയുടെ ബേസിക് പേ എന്ന് പറയുന്നത് 35,300 രൂപയാണ്. 35,300 രൂപയാണ്. എന്നാൽ DA, HRA പോലെയുള്ള ആനുകൂല്യങ്ങൾ കൂടുകയും ഡിഡക്ഷൻസ് എല്ലാം കുറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഏകദേശം 45,000 രൂപയാണ് KSFEയിലെ ജൂനിയർ അസിസ്റ്റന്റിന്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകളിൽ ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഇത് ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി KSEB നോക്കിക്കഴിഞ്ഞാൽ 31,800 രൂപയാണ് നമുക്ക് ബേസിക് പേ ആയിട്ടുള്ളത്. അതായത് KSEBയിലെ ഒരു ജൂനിയർ അസിസ്റ്റന്റിന് അതിന് കയ്യിൽ കിട്ടുന്നത്, അതായത് ആനുകൂല്യങ്ങളെല്ലാം കൂട്ടിയതിന് ശേഷം ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പൊ പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ KSEBയിലുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് 34,000 രൂപയാണ് ഒരു തുടക്കത്തിലുള്ള KSEB ജൂനിയർ അസിസ്റ്റന്റിന് കയ്യിൽ കിട്ടുന്നത്. എന്നാൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ആവുന്നു, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാം, ജൂനിയർ അസിസ്റ്റന്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ സീനിയർ അസിസ്റ്റന്റ് ആയിട്ട് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി KSEBയിലുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ട് ഈ കയ്യിൽ കിട്ടുന്ന തുകയും കൂടും. നെക്സ്റ്റ് പോസ്റ്റിലേക്ക് കയറുന്നതോടുകൂടി നിങ്ങൾക്ക് കൈ കിട്ടുന്ന തുകയും കൂടും. ഇനി വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾ നിലവിൽ LD ക്ലർക്ക് ആയിട്ടാണ് കയറുന്നത്. അത് ജൂനിയർ അസിസ്റ്റന്റ് എന്നുള്ള തസ്തിക തന്നെയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. ഇനി
27,200 രൂപയാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. കയ്യിൽ കിട്ടുന്നത് ഏകദേശം 26,000-നും 27,000-നും ഒക്കെ ഇടയിലാണ്. HRI എന്ന് പറയുന്നത് ഹൗസ് റെന്റ് അലവൻസ്, നിങ്ങൾ എവിടെയാണോ ജോലി ലഭിക്കുന്നത് ആ ജോലി ലഭിക്കുന്ന പ്രദേശത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് HRI ഇരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിലുള്ള HRI ഒരു ഗ്രാമപ്രദേശത്ത് ആണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതെങ്കിൽ അവിടെ കിട്ടത്തില്ല. അപ്പോൾ HRIക്കൊക്കെ വ്യത്യാസം വരാം. എന്നാലും നിങ്ങൾക്ക് ഒരു ആവറേജ് 26,000-27,000 നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾക്ക് 2 കൊല്ലത്തിലാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. 2 കൊല്ലത്തിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രൊമോഷന് യോഗ്യതയാവുന്നു. അങ്ങനെ നിങ്ങൾ UD ക്ലർക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏകദേശം 10,000 രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് KSEB, KSFE, വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബോർഡുകൾ എന്ന് പറയുന്നത്. ഇപ്പം KMML പോലെയുള്ള ബോർഡിന് KSFEനേക്കാളും കുറച്ചു കൂടിയ സാലറി നമുക്ക് കൈ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി സപ്ലൈകോ ആണെങ്കിൽ ഏകദേശം KSEBയുടെ അടുത്തുള്ള ഒരു സാലറിയാണ് നിങ്ങൾക്ക് സപ്ലൈകോയിൽ കിട്ടുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിൽ ഈ ഒരു സാലറി ഒന്നും നിങ്ങൾക്ക് ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കിട്ടത്തില്ല. എന്നാൽ താരതമ്യേന വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് ആ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുള്ള ബോർഡുകളിലേക്ക് നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നിലവിലത്തെ നിയമന നില എന്ന് പറയുന്നത്. നമ്മളിപ്പോ സാലറി പറഞ്ഞു, ഈ ഒരു റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 1393 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 6 മാസത്തിൽ 25-ാം തീയതിയിലത്തെ അഡ്വൈസ് വരെ നമ്മൾ കണക്കിലെടുത്തു. അങ്ങനെ കണക്കിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് 3-4 മാസം കൂടെ ആവുന്നുള്ളൂ. അപ്പോഴത്തേക്കും 1393, അതായത് 1400ഓളം അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ KSFEയിൽ നിന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ആ വേക്കൻസി കൂടെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിലും മാറ്റം ഉണ്ടാവും. ഇപ്പൊ 1400 എന്നുള്ളത് ഒരു 150-200 റേഞ്ചിലേക്ക് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഓരോ കാറ്റഗറി തിരിച്ച് നോക്കാം. ഓപ്പൺ കാറ്റഗറി 1134 വരെ പോയി. EBT 1138 വരെ പോയി. ഇനി SCയും STയും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് 40-29 ക്രമത്തിൽ. ഇനി മുസ്ലിം കാറ്റഗറി ആണെങ്കിലോ 1785 നിയമനങ്ങൾ വരെ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് പോയിട്ടുണ്ട്. LCയിൽ നിന്നാണെങ്കിലോ 3549 റാങ്ക് വരെ LCയിൽ നിന്നുള്ള നിയമനങ്ങൾ നടന്നു. OBCയിൽ നിന്ന് 1131, വിശ്വകർമ്മ 1155, SIUC നാടാറ് 1822. അതുപോലെ തന്നെ SECC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 1 വിളിച്ചു. ധീവര 1382, ഹിന്ദു നാടാറ് 2954, DILV HI കാറ്റഗറി എല്ലാം സപ്ലിമെന്ററി ലിസ്റ്റ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. EWS 1157 വരെ വിളിച്ചു. അപ്പൊ ഇത്രയും വലിയ നിയമനങ്ങളാണ് നിലവിൽ ഈ KSFE, KSEB ജൂനിയർ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, 1400 എന്ന് പറഞ്ഞ ഉടനെ തന്നെ 1500-ന് മുകളിലേക്ക് പോകുന്നു. അപ്പൊ 1500-ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഏകദേശം പകുതിയോളമായി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 3000, നമുക്കറിയാം ഇപ്പൊ റാങ്ക് ലിസ്റ്റിനകത്ത് മൊത്തം ഉള്ളത് 3763 പേരാണ്. അപ്പൊ അതിൽ നിലവിൽ തന്നെ 1400+ ആവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇപ്പൊ KSFEയുടെ വേക്കൻസി കൂടെ റിപ്പോർട്ട് ചെയ്താൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏകദേശം പകുതിയോളം തന്നെ പകുതിയോളം അടുപ്പിച്ച് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ നിയമനങ്ങൾ KSFE, KSEB ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടക്കും. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് വരുന്നതാണ് KSRTC, KSFDC തുടങ്ങിയ സ്ഥാപനത്തിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് തസ്തിക എന്ന് പറയുന്നത്. നമുക്കറിയാം KSFE, KSEB എന്നൊക്കെ പറഞ്ഞ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുത്തുകയാണെങ്കിൽ കൂടുതലായിട്ടും വെൽഫെയർ ബോർഡുകൾ ഉൾപ്പെടുന്നതാണ് KSRTC. അതുപോലെ തന്നെ KSFTC തുടങ്ങിയിട്ടുള്ള വെൽഫെയർ ബോർഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഹെഡ് ലോഡ് വർക്കേഴ്സ് പോലെയുള്ള ബോർഡുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താരതമ്യേന കുറഞ്ഞ സാലറി, മറ്റേതിനെ അപേക്ഷിച്ച് കുറഞ്ഞ സാലറി ആയിരിക്കും. എന്നാലും ഒരുവിധം നല്ല സാലറി നമുക്കിവിടെയുണ്ട്. ഇനി 653/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. കട്ട് ഓഫ് 53.67 ആണ് വന്നത്. അപ്പൊ 53.67 കട്ട് ഓഫില് 1734 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 1734 പേര്. ഇനി സ്കെയിൽ ഓഫ് പേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSRTCയുടെ സ്കെയിൽ ഓഫ് പേ അല്ല ഹെഡ് ലോഡ് വർക്കേഴ്സിൽ കിട്ടുന്നത്. അപ്പൊ ആ സ്കെയിൽ ഓഫ് പേ അല്ല മറ്റ് വെൽഫെയർ ബോർഡുകളിലൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡുകൾ അനുസരിച്ച് ഈ സ്കെയിൽ ഓഫ് പേയിൽ മാറ്റം വരാം. ഇനി ഇത് റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി എങ്ങനെയാണ്? 29/1/2024 മുതൽ 29/1/2027 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി. അപ്പൊ നമുക്ക് മനസ്സിലായി ജനുവരി 30 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ ജനുവരി 30 പുതിയ റാങ്ക് ലിസ്റ്റ് ഇവിടെ വരണം. സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്. ഇനി നിയമന നില ഒന്ന് നോക്കാം. അപ്പൊ നിയമന നില നോക്കി കഴിയുമ്പോൾ നിലവിലത്തെ 721 അഡ്വൈസ് ആണ് നിലവിൽ നമുക്ക് പോയിട്ടുള്ളത്. 721 അഡ്വൈസ് ആണ് നിലവിൽ നമുക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ 721 അഡ്വൈസിൽ എത്രയാണ്? OC 726 ആണ്,
EBT അല്ലെങ്കിൽ ഈഴവ കാറ്റഗറി വരുന്നത് 718 റാങ്ക് വരെ വിളിച്ചു. SC ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് നിലവിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് 55-18 എന്ന ക്രമ നമ്പറിൽ. മുസ്ലിം കാറ്റഗറി 987 പേരെ വരെ വിളിച്ചു. LC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് 17 പേരെ വരെ വിളിച്ചു. OBC 803, വിശ്വകർമ്മ 922, SIUC നാടാർ 855, ഹിന്ദു നാടാർ 875. ഇനി SCCC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വിളിച്ചു, രണ്ടാമത്തെ റാങ്കുകാരെ വിളിച്ചു സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന്. ധീവര 820, EWS 735. ഇനി ലോ വിഷൻ ആണെങ്കിലും HI ആണെങ്കിലും എല്ലാം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് 12, 12, 13. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെയും നിയമനങ്ങൾ കുറവല്ല. 721 ആളുകളെ നമ്മൾ നിലവിൽ വിളിച്ചു കഴിഞ്ഞു. 1734 പേരാണ് മെയിൽ ലിസ്റ്റിനകത്തുള്ളത്. അപ്പൊ ഇവിടെയും ഏകദേശം പകുതിയോട് അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തെ പ്രത്യേകത എന്ന് പറയുന്നത് KSRTC ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും ഏകദേശം KSF ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ NJDകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ബോർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് NJD നോൺ ജോയിനിങ് വേക്കൻസി ആവുന്നു. അത് തിരിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ NJD വേക്കൻസികൾ കൂടുതലായിട്ട് വരുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ KSRTC ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നിയമന നില എന്ന് പറയുന്നത് 721 ആണ്. 1734 പേരാണ് മെയിൽ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിലെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ പ്രിലിംസിന് ഒരു സിലബസ് ഉണ്ട്, മെയിൻസിന്റെ സിലബസ് ഉണ്ട്. പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന മുഖേന നമുക്ക് ഒരു വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിലബസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും. കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണ് ഈ ഒരു 3 പരീക്ഷയ്ക്കും വരുന്നത്. മെയിൻ പരീക്ഷ വരുമ്പോൾ മെയിൻ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മറ്റൊരു സിലബസ് ആണ്, കമ്പനി കോർപ്പറേഷന് മറ്റൊരു മെയിൻ സിലബസ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ കോമൺ ഡിഗ്രി പ്രിലിംസ്, അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ തന്നെ കോമൺ ഡിഗ്രി പ്രിലിമിനറി സിലബസ് ആയിരിക്കും ഈ ഒരു കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്. അതായത് മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് 5 മാർക്ക് ഒക്കെ വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, റവല്യൂഷൻസ് ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 100 മാർക്ക് എന്നുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത്. കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് തന്നെയായിരിക്കും ഈ കമ്പനി കോർപ്പറേഷൻ ഉള്ളത്. യൂണിവേഴ്സിറ്റി ആണെങ്കിലും KSF ആണെങ്കിലും KSRTC ആണെങ്കിലും. അപ്പോൾ എന്ത് തന്നെയായാലും പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. നോട്ടിഫിക്കേഷൻസ് നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. അങ്ങനെ നമ്മുടെ CC-യിൽ ഒരു ഡിഗ്രി ലെവൽ PSC ബേസ് ചെയ്ത് ഡിഗ്രി ലെവൽ PSC ക്രാഷ് കോഴ്സ് ഒരു ലോങ് ബാച്ച് തുടങ്ങുന്നുണ്ട്. ആ ഒരു ലോങ് ബാച്ചിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി, SBCID പോലെയുള്ള പരീക്ഷകൾക്കാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് ഈ ഒരു ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിനി അധിക സമയങ്ങൾ കിട്ടത്തില്ല. എന്നാൽ ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് തയ്യാറെടുക്കാൻ കഴിയും. പ്രിലിംസും മെയിൻസും ക്രാക്ക് ചെയ്ത് ഈ പരീക്ഷകളുടെ എല്ലാം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് യോഗ്യത നേടാൻ കഴിയും, ജോലിയിൽ കയറാനും കഴിയും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ആവണം. ക്രാഷ് കോഴ്സിൽ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ. എന്തായാലും നിങ്ങൾക്ക് അടുത്ത് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.